ഈ കരിക്കിന് ഇതെന്ത് പറ്റി എന്ന് ചോദിക്കാൻ തോന്നിപ്പോകുന്ന ഒരു എപ്പിസോഡ് കൂടി കരിക്ക് റിലീസ് ചെയ്തിരിക്കുകയാണ്. കരിക്കിൻ്റെ ഓരോ എപ്പിസോഡ്സ് വരുമ്പോഴും നമ്മളത് ശ്രദ്ധിക്കാറുണ്ട്. വെബ് സീരീസ് അവർ റിലീസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അതിൻ്റെ ഒരു കാരണം ഇത്രയും അധികം ആളുകളെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒന്നാണ്. മാത്രമല്ല ഇത്രയും കാലങ്ങൾ കൊണ്ട് നമ്മുടെ മുന്നിൽ വളർന്നു വന്നിട്ടുള്ള പ്രതിഭകൾ അതിൽ അഭിനയിക്കാറുണ്ട്, പെർഫോം ചെയ്യാറുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു പെർഫോമൻസ് മികവും പിന്നെ ടെക്നിക്കലി നല്ല ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ടുള്ള ഔട്ട്പുട്ട് പുറത്തിറക്കുന്ന ഒരു ടീമാണ് കരിക്കെന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ പുതിയൊരു എപ്പിസോഡ് വരുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കില്ലേ? അങ്ങനെ കരിക്കിൻ്റെ ജയിൽ ചിൽ എന്ന് പറയുന്ന ഏറ്റവും പുതിയ വീഡിയോ ഒന്ന് കണ്ടു. അതിനെക്കുറിച്ചുള്ളൊരു അഭിപ്രായം പറയാനിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഈ കരിക്കിനത് എന്ത് പറ്റി എന്ന ചോദ്യം ചോദിക്കാനാണ്. ജയിൽ ചില്ലിൻ്റെ ഡയറക്ടർ അഭിജിത്ത് കൃഷ്ണനാണ്. സ്റ്റോറി ആൻഡ് ഡയലോഗ്സ് കരിക്ക് എന്നാണ് അവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവർ ടീമായിട്ടിരുന്ന് ചെയ്തായിരിക്കാം. ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി സിദ്ധാർത്ഥ് കേറ്റിയാണ്, നല്ല വർക്കാണ്. എഡിറ്റർ ആനന്ദ് മാത്യൂസ് ആണ്, നന്നായി വന്നിട്ടുണ്ട്. ജിഷ്ണു തിലകാണ് ഇതിൻ്റെ മ്യൂസിക് ആൻഡ് BGM ചെയ്തിട്ടുള്ളത്. ജയിലിൽ കിടക്കുന്ന കുറച്ച് ആളുകൾ അവരുടെ ജയിലിൽ ഒരു ദിവസം സംഭവിക്കുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഈ വെബ് സീരീസ് അവർ റിലീസ് ചെയ്തിട്ടുള്ളത്. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പറയാം. ഒന്ന്, കരിക്കിൽ എല്ലാവരും നല്ല ഫിറ്റ്നസ് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് തോന്നി. എല്ലാവരും അവരുടെ ബോഡിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അവരുടെ വേഷം കുറച്ചും കൂടി ബെറ്റർ ആവാനുള്ള, പ്രത്യേകിച്ച് ലോലനെ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് തോന്നിയത് അദ്ദേഹം ഈ മീശ ഇങ്ങനെ മുകളിലേക്ക് ചീകി വെച്ചിട്ട് അതിൻ്റെ കൂടെ വായിൽ എന്തോ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം ലുക്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ഡിഫറൻസ് ഉണ്ട്. ഏറ്റവും ലാസ്റ്റ് ഈ പോലീസ് വേഷത്തിൽ വരുന്ന ആൾക്കാരിൽ അവരും ഈ പറയുന്ന ആ വേഷത്തിനോട് ഭയങ്കര ഫിറ്റിനാവുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. പിന്നെ ഒരു സ്ഥലം, സെറ്റ്, അതൊക്കെ ഭയങ്കര പ്രോപ്പറായിട്ട് ശരിക്കും ഒരു ജയിലിൻ്റെ ആംബിയൻസ് ബിൽഡ് ചെയ്തുകൊണ്ട് തന്നെ, അത് ജയിലിൽ തന്നെയാണോ ഷൂട്ട് ചെയ്തതെന്നുള്ള കാര്യം എനിക്കറിയില്ല, പക്ഷേ ആ ആംബിയൻസ് അതുപോലെ നിലനിർത്തിക്കൊണ്ട് പോകാൻ അവർക്ക് പറ്റുന്നുണ്ട്. ലൊക്കേഷൻ എടുക്കുന്നതും അതിനെ ക്യാപ്ചർ ചെയ്ത് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതും കോസ്റ്റ്യൂംസിലും കാര്യങ്ങളിലും ഒക്കെ കൃത്യമായിട്ടുള്ള ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് നന്നായിട്ട് തന്നെ ഫീൽ ചെയ്യും. പക്ഷേ എനിക്കിതിനകത്ത് ഫീൽ ചെയ്ത കുറച്ച് കാര്യങ്ങൾ, ഒന്ന്, ഹ്യൂമർ ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആവുന്നത് പോലെ ഫീൽ ചെയ്തു. അതിലൊരു കാരണം ഒരു പക്ഷേ ഇപ്പോൾ കുറേ കാലങ്ങൾക്ക് മുമ്പ് രമേഷ് പിഷാരടിയൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, അവർ ആഴ്ചയുടെ അവസാനമാകുമ്പോൾ സിനിമാലയാണ് പ്രോഗ്രാം. സിനിമാലയിലൊക്കെ ഒരാഴ്ചയിലെ മെയിൻ സംഭവങ്ങളെയൊക്കെ കോർത്തിണക്കിക്കൊണ്ട് അവരൊരു സ്കിറ്റ് പോലെ ഒരു 1 hour പരിപാടിയായിട്ട് ചെയ്യുമായിരുന്നു. പക്ഷേ ഈ ട്രോളും മീമും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ സംഭവിച്ചത്, ഒരു പ്രശ്നം ഉണ്ടായാൽ അപ്പം തന്നെ അതിൻ്റെ ട്രോളും മീമും വന്നു. പിന്നെ ആ വീക്കെൻഡിലേക്ക് വരുമ്പോഴേക്കും അത് ഓൾറെഡി സ്റ്റെയിലായി, ആ ഐഡിയ കഴിഞ്ഞു. മാത്രമല്ല ഇവർ സ്കിറ്റിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം തന്നെ ചിലപ്പം ട്രോളും മീമുമായിട്ട് വളരെ കുറച്ച് സെക്കൻഡുകൾ കൊണ്ട് ഒരാൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ സിനിമയിൽ കാണുന്ന ഒരാൾക്ക് ഇത് ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആയിട്ട് തോന്നും. അതുപോലെ ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം, ദേമാവേലി കൊമ്പത്ത് തുടങ്ങിയിട്ടുള്ള കാസറ്റുകളുണ്ട്. പുതിയ ജനറേഷനിലുള്ള ആൾക്കാർ ചിലപ്പോൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. ദിലീപും നാദൃഷയും സലിംകുമാറും ഒക്കെ അവരൊക്കെ ഒരുമിച്ച്, അബിയൊക്കെ ഒരുമിച്ച് റിലീസ് ചെയ്തിരുന്ന മിമിക്രി കാസറ്റുകളാണ്. ഓണത്തിനാണ് ഇത് റിലീസ് ആവുക. ആൾക്കാർ കാത്തിരുന്ന് അതിൻ്റെ കാസറ്റുകൾ വാങ്ങുമായിരുന്നു. ഞാനും ആ കാസറ്റൊക്കെ വാങ്ങിച്ചിട്ട് അത് കേൾക്കുക, അതിലെ പാരഡി സോങ്സ് പാടി നടക്കുക, ഇതൊക്കെയും സംഭവിക്കും. പക്ഷേ അവിടെയും ഈ ട്രോളും മീമും സോഷ്യൽ മീഡിയയുടെ സാന്നിധ്യമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു വിഷയമുണ്ടായാൽ അതിനെ എടുക്കാവുന്ന എല്ലാ ആംഗിളിലും ആളുകൾ എടുക്കുകയും അതിനെക്കുറിച്ച് വിമർശന സ്വഭാവത്തോടുകൂടി അവതരിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ പിന്നെ വർഷത്തിലൊരിക്കൽ ഇവർക്കിതിൽ എന്ത് കണ്ടൻറ്റ് ചെയ്യാൻ പറ്റാനാണ്? അങ്ങനെ വംശനാശം സംഭവിച്ചു പോയ ഒരു കലാരൂപമായിരുന്നു അത്. അതിൻ്റെ കൂടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു വിഷയമുണ്ടായാൽ അല്ലെങ്കിൽ വിഷയമാക്കാൻ പറ്റുന്ന കാര്യത്തിന് പോലും സ്ക്രിപ്റ്റ് ചെയ്തൊരു വിഷയമാക്കി അതിനെ ഗംഭീരമായിട്ട് അവതരിപ്പിക്കുന്ന കണ്ടൻറ് ക്രിയേറ്റേഴ്സ് വന്നു തുടങ്ങി. കൊച്ചു പിള്ളേർ സെറ്റിൻ്റെ ഒരു ഗ്യാങ് രൂപീകരിക്കപ്പെടുന്നു. അവരൊരുമിച്ച് കണ്ടൻറ്റ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ വളരെ യങ് ആയിട്ടുള്ള കൊച്ചു കുട്ടികൾ മുതൽ ഇപ്പോൾ ഹാഷിറുണ്ട്, കുഡോസ് ഉണ്ട്, അങ്ങനെ കുറേ ടീമായിട്ട് പിള്ളേർ വന്നിട്ട് ഒരുപാട് ഹ്യൂമർ എലമെൻറ്റ്സ് ചെയ്യുകയാണ്. അവർ തന്നെ പറയാവുന്ന കൗണ്ടറുകളെല്ലാം പറയുന്നുണ്ട്. നമുക്ക് ഓരോ ഡയലോഗിലും ചിരിക്കാനുള്ള എലമെൻറ്റുകൾ ഇടുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് എന്ത് കൊടുക്കാൻ പറ്റും? വർഷത്തിലൊരിക്കൽ ഇത്രയും പ്രൊഡക്ഷൻ ക്വാളിറ്റിയിൽ ഒരു ഔട്ട്പുട്ട് എടുക്കുന്ന സമയത്ത് കരിക്കിന് ഇതിൽ നിന്നൊക്കെ മാറിയിട്ട് അല്ലെങ്കിൽ ഇവരൊന്നും ഉപയോഗിക്കാത്ത ഏത് ഹ്യൂമർ ഡെലിവർ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നൊരു ചോദ്യമുണ്ട്. എന്നെ സംബന്ധിച്ച് ആ കാര്യത്തിൽ കരിക്ക് കുറേ പിന്നോട്ട് പോവുകയാണ് എന്നാണ് ഈ എപ്പിസോഡ് കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. പിന്നെ കരിക്കിൻ്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റി പറയുമ്പോൾ എല്ലാ വീഡിയോയ്ക്കും, അതായത് നമ്മൾ പുറത്തിറക്കുന്ന ഒരു റീലിന് പോലും ഈ യമണ്ടൻ പ്രൊഡക്ഷൻ ക്വാളിറ്റിയുടെ ആവശ്യമുണ്ടോ എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. ഇപ്പോൾ ഒരു ഹൊറർ സബ്ജക്റ്റാണ് അല്ലെങ്കിൽ ഒരു ത്രില്ലർ സബ്ജക്റ്റാണ്. ഇപ്പോൾ അവർ തന്നെ പുറത്തിറക്കിയിട്ടുള്ളൊരു വെബ് സീരീസ് ഉണ്ടായിരുന്നു. അവിടെയൊക്കെയും ഈ പ്രൊഡക്ഷൻ ക്വാളിറ്റിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷേ ഇങ്ങനൊരു ചെറിയ വീഡിയോ ചെയ്യുമ്പോൾ, ജയിൽ ചില്ല് നിങ്ങൾ കണ്ടു നോക്കുമ്പോൾ അറിയാം, ഇങ്ങനൊരു കുഞ്ഞു വീഡിയോ ചെയ്യുമ്പോൾ ഇതിന് ഇത്രയും പ്രൊഡക്ഷൻ ക്വാളിറ്റിയുടെ ടൈം. കാരണം ഇപ്പോൾ കുഡോസൊക്കെ എടുത്ത് നോക്കിയാൽ അവർ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഫോണിൽ സിനിമാറ്റിക് ക്യാമറ ഇട്ടിട്ടാണ് ഷൂട്ട് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്രയും വേണ്ടു. കാര്യം വളരെ കുറച്ചാണ് നമ്മുടെ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും സമയം കൊണ്ട് വളരെ സിമ്പിളായിട്ട് ഈ കാര്യങ്ങൾ ഷൂട്ട് ചെയ്ത് അവതരിപ്പിച്ച ആളുകളെ ഇങ്ങനെ എൻ്റർടൈൻ ചെയ്യിക്കുന്ന സമയത്ത് നമ്മൾ ഇത്രയും സമയമെടുത്ത് എഫേർട്ട് ഇട്ട് പൈസയൊക്കെ ഇട്ടിട്ട് നമുക്ക് അതിനെ കവച്ചു വെക്കാൻ പറ്റുന്നൊരു ഹ്യൂമർ ഡെലിവർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഈ പ്രൊഡക്ഷൻ ക്വാളിറ്റി കൊണ്ട് എന്താണ് ഉപയോഗം? മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഹൈലി എന്നല്ല ഹെവിലി പ്രെഡിക്റ്റബിൾ എന്നുള്ളതാണ്. അതായത് ഈ ജയിൽ ചില്ല് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഒരു ബോൾ പോയി ഒരു ഓടിൻ്റെ മുകളിൽ കൂടി ഉരുണ്ടിട്ട് ഈ മഴവെള്ളപ്പാത്തിയില്ലേ അതിൽ പോയി കിടക്കും. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ
ഫുൾ ഓടിട്ടിട്ടുള്ള പഴയ ബിൽഡിംഗ് ആണ്. പക്ഷേ മഴവെള്ളപ്പാത്തി വളരെ പുതിയതായിട്ട് ഭയങ്കര ഫ്രഷായിട്ട് അത് ഭയങ്കരമായിട്ട് പോപ്പ് ചെയ്ത് നിൽക്കുന്ന പോലെ അവർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ വിചാരിച്ചു ഇതിൽ മഴവെള്ളപ്പാത്തി ആയിരിക്കും പരസ്യം. അത് അതുപോലെ പരസ്യമായിട്ട് വന്നു. ഇതിൽ ഓരോ ആൾക്കാരും പേര് പറയുമ്പോൾ, ഓരോ ആൾക്കാരും ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതിങ്ങനെയാണ് സംഭവിക്കുക. ഇതിനകത്തൊരു പ്രതിമയുണ്ട്. അത് കാണുമ്പോഴേ അറിയാം അതിൽ പറഞ്ഞിട്ടുള്ള ആ പ്രതിമയ്ക്ക് പറയുന്ന ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ തന്നെ ഇതിങ്ങനെയായിരിക്കും എന്നറിയാം. ഞാനിങ്ങനെ ഓരോന്നും കാണുന്ന സമയത്ത് പ്രെഡിക്റ്റ് ചെയ്യാണ്. ഞാനും ശ്രുതി ഒരുമിച്ചിരുന്നാണ് കാണുന്നത്. അപ്പം ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും അതുപോലെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ എനിക്ക് മാത്രമായിരിക്കില്ല കേട്ടോ. നിങ്ങൾ കുറച്ചൊക്കെ സിനിമകൾ കാണുന്ന അല്ലെങ്കിൽ ഇങ്ങനത്തെ വെബ് കണ്ടൻറ്റുകൾ കൺസ്യൂം ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ വളരെ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ സംഭവിക്കുന്നു. ഒരു ത്രില്ല് തരുന്നില്ല. ലൈറ്റായിട്ട് മധുരം കഴിക്കുന്ന പോലെയാണ് കരിക്ക് നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ഫീല്. നല്ല ടേസ്റ്റ് ഉണ്ട്, കുറച്ചും കൂടി കിട്ടിയിരുന്നെങ്കിൽ. അപ്പോൾ നമ്മൾ കാത്തിരിക്കും, അടുത്തത് വരും, അതിന് കൂടുതൽ മധുരം ഫീൽ ചെയ്യും. പക്ഷേ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ഫുൾ ലഡു കിട്ടി അത് മുഴുവൻ കഴിച്ച് തന്നിട്ട് ഇതിൽ മധുരം ഫീൽ ചെയ്യുന്നില്ലല്ലോ എന്ന് പറയുന്ന പോലത്തെ ഒരു അനുഭവമാണ്. പിന്നെ ഒരു ചെറിയ സജഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നത്, ഇപ്പോൾ കരിക്കിൽ ഓരോ ആൾക്കാരും ഓരോ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ ഇന്ന കാറ്റഗറിയിൽ പെടുന്ന ഒരു കഥാപാത്രമാണെങ്കിൽ അത് ഇന്ന ആളായിരിക്കും ചെയ്യുക എന്ന് പറയുന്ന പോലത്തെ അങ്ങനത്തെ ഒരു പ്രഡിക്ഷൻ ഉണ്ട്. ഇപ്പം ഇതിനകത്ത് ജോർജ് ചെയ്തിട്ടുള്ള ക്യാരക്ടർ അത് ജോർജ് ചെയ്യുള്ളൂ, കരിക്കിൻ്റെ കൂട്ടത്തിൽ വേറെ ആരും ആ ക്യാരക്ടർ ചെയ്യില്ല എന്ന് പറയുന്ന പോലെ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നൊരു ഭയങ്കര പ്രെഡിക്റ്റബിൾ ആവുന്നുണ്ട് ആക്ടേഴ്സും. അവരെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അവരുടെ സ്ട്രോങ് പോയിൻറ്റ്സിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ഷിഫ്റ്റ് ചെയ്ത് അവരൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ, ഇല്ലയെന്നല്ല. പക്ഷേ ആ റോൾസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് വെച്ച് മാറി കുറച്ചും കൂടി ഹ്യൂമറിൽ വർക്ക് ചെയ്യുന്ന രീതിയിൽ ഇത് കണ്ടു തീർന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് മഴവെള്ളപ്പാത്തിയുടെ ഒരു പരസ്യം ചെയ്യണം. അപ്പോൾ ആ പരസ്യത്തിന് നമുക്ക് അപ്പുറം ഇപ്പുറം എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്യുക എന്നുള്ള രീതിയിൽ ചെയ്യുന്നതിനപ്പുറത്തേക്ക് കാര്യമായൊരു സ്ക്രിപ്റ്റിങ്ങോ ആലോചനയോ നടന്നിട്ടുണ്ടായിരുന്നോ? ഈ ഹ്യൂമർ വരുമ്പോൾ ഇത് ഭയങ്കര പഴയതല്ലേ, ഇതൊക്കെ ഇട്ട ഓടുമോ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ സംഭവിച്ചില്ല. ഇതിൻ്റെ എൻഡ് പ്രോഡക്റ്റ് ആയിട്ടുള്ള ഈ എപ്പിസോഡ് കാണുമ്പോൾ എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല. ഈവൻ ക്ലൈമാക്സ് ബിറ്റ് വരെ എന്തായിരിക്കും അടുത്ത ഷോട്ട് വെക്കാൻ പോകുന്നതെന്നുള്ളത് അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുന്നത് പോലെ പ്രെഡിക്റ്റബിളായി തുടങ്ങുന്നുണ്ട് കരിക്ക്. നേരത്തെ പറഞ്ഞ പോലെ ഹ്യൂമറിൻ്റെ അഭാവം. പക്ഷേ അവരുടെ കയ്യിൽ നല്ല റിസോഴ്സ് ഉണ്ട്, നല്ല ആർട്ടിസ്റ്റുകളുണ്ട്. അതിൻ്റെ കൂടെ സ്ക്രിപ്റ്റിൽ മാക്സിമം വർക്ക് ചെയ്ത് തുടങ്ങിയാൽ ലോക്ക്ഡൗണിൻ്റെയൊക്കെ സമയം മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മലയാളത്തിലെ വൺ ഓഫ് എ കൈൻഡ് എന്ന് നമുക്ക് അവരുടെ തുടക്കകാലത്ത് വിശേഷിപ്പിക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു പ്രൊഡക്ഷൻ ഹൗസ് അവർക്ക് ഇതിനപ്പുറത്തേക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിൽ ആഗ്രഹത്തോടെ നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യമൊക്കെ പരിഗണിക്കുക.